മുൻനിര പാർട്ടികളായ എ.പി.യും കോൺഗ്രസും ബി.ജെ.പിയുമെല്ലാം വൻ വാഗ്ദാനങ്ങൾ അടങ്ങുന്ന പ്രകടന പത്രികയാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി പുറത്തിറക്കിയിരിക്കുന്നത്. എന്നാൽ ഇവരെയെല്ലാം കടത്തിവെട്ടിക്കൊണ്ട് അവിശ്വസനീയമായ ചില വാഗ്ദാനങ്ങളുമായി വോട്ടർമാർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുകയാണ് ഇപ്പോൾ മറ്റൊരു പാർട്ടി. 500 രൂപയ്ക്ക് LPG, മാസം 5000 രൂപ വിധവാ പെൻഷൻ തുടങ്ങിയവയാണ് ഇവരുടെ പ്രകടന പത്രികയിൽ അടങ്ങിയിരിക്കുന്നത്. സുഹൽദേവ് ഭാരതീയ സമാജ് പാർട്ടി, അതായത് SBSP ആണ് ഇത്തരം അവിശ്വസനീയമായ ജനകീയ പ്രഖ്യാപനങ്ങളുമായി വോട്ടർമാർക്ക് മുൻപിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടന എല്ലാ സ്കൂളുകളിലും നിർബന്ധിത പഠനം വിഷയമാക്കും, സംസ്ഥാനത്ത് മദ്യനിരോധനം ഏർപ്പെടുത്തുമെന്നും കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ പ്രകടന പത്രികയിൽ ഇവർ പറയുന്നുണ്ട്. ക്ഷേത്ര പൂജാരികൾക്കും പള്ളി ഇമാമുമാർക്കും പ്രതിമാസം 25,000 രൂപ സ്റ്റൈപ്മെന്റ് നൽകുമെന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാഗ്ദാനം. SBSPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയും മുൻ ഉത്തർപ്രദേശ് മന്ത്രിയുമായ അരവിന്ദ് രാജ്ഭറും ഡൽഹിയിലെ SBSP പ്രസിഡന്റ് ധരംവീറും ചേർന്നാണ് പ്രകടന പത്രിക പുറത്തിറക്കിയത്. ശക്തി സിംഗ്, പീയൂഷ് മിശ്ര, ചന്ദ്രേഷ് പ്രതാപ് യാദവ്, ബല്ലി ചൗധരി എന്നിവരുൾപ്പെടെ മുതിർന്ന പാർട്ടി നേതാക്കളും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. നിരന്തരം അവഗണിക്കപ്പെടുന്നവരുടെ ശബ്ദമാകാൻ SBSP ഇവിടെയുണ്ട്. ഞങ്ങളുടെ പ്രകടന പത്രിക വെറും ഒരു കടലാസല്ല, അത് ഡൽഹിയിലെ ജനങ്ങൾക്കുള്ള ഒരു വാഗ്ദാനമാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹങ്ങളെ ശാക്തീകരിക്കുന്നതിനും യുവാക്കൾക്ക് തൊഴിൽ നൽകുന്നതിനും എല്ലാവർക്കും ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസവും ആരോഗ്യ സംരക്ഷണവും ഉറപ്പാക്കുന്നതിനും ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണെന്ന് അരവിന്ദ് രാജ്ഭർ പറഞ്ഞു. വിധവാ പെൻഷൻ 2500 രൂപയിൽ നിന്ന് 5000 രൂപയായി വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം വികലാംഗ വിധവകൾക്ക് പ്രത്യേക ആനുകൂല്യവും നൽകുന്നുണ്ട്. അടിസ്ഥാന വികസനത്തിനും പൊതുജനക്ഷേമത്തിനും പാർട്ടിയുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കുമെന്ന് പ്രകടന പത്രികയിൽ അവതരിപ്പിച്ചുകൊണ്ട് പാർട്ടി ഡൽഹി സംസ്ഥാന മേധാവി ധരംവീർ സിംഗും പറഞ്ഞു. സാധാരണക്കാരുടെ പോരാട്ടങ്ങളെ മികച്ച രീതിയിൽ മനസ്സിലാക്കുന്ന നേതൃത്വമാണ് ഡൽഹിക്ക് വേണ്ടത്. എല്ലാ പൗരന്മാർക്കും മികച്ച അവസരങ്ങൾ ലഭ്യമാകുന്ന, മെച്ചപ്പെട്ട പൊതു സേവനങ്ങൾ ലഭ്യമാകുന്ന, എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഭരണ സംവിധാനമുള്ള ഒരു സ്ഥലമായി ഡൽഹിയെ മാറ്റുന്നതിനുള്ള വ്യക്തമായ കാഴ്ചപ്പാടോടെയാണ് SBSP മത്സര രംഗത്തുള്ളതെന്നും അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്. ഉത്തർപ്രദേശിൽ BJPയുമായി സഖ്യത്തിലുള്ള SBSP ആദ്യമായിട്ടാണ് ഡൽഹി നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നത്. ജനക്പുരയിൽ ധരംവീർ, ദ്വാരകയിൽ അരവിന്ദ് കുമാർ, മധിയാരയിൽ വിനോദ് ചൗഹാൻ എന്നിങ്ങനെ 3 മണ്ഡലങ്ങളിലായാണ് പാർട്ടി മത്സരിക്കുന്നത്. അതേസമയം ഒട്ടും മോശമില്ലാത്ത പ്രകടന പത്രികയാണ് കോൺഗ്രസ് പുറത്തുവിട്ടത്. ഡൽഹി വോട്ടർമാർ വലിയ പ്രതിസന്ധി നേരിടുന്ന വൈദ്യുതി, ജോലി തുടങ്ങിയ വിഷയങ്ങളിൽ ഉൾപ്പെടെ വാരിക്കോരിയാണ് വാഗ്ദാനങ്ങൾ. 300 യൂണിറ്റ് വരെ സൗജന്യ വൈദ്യുതിയാണ് ആകർഷണീയമായ പ്രഖ്യാപനം. സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ സ്റ്റൈപ്മെന്റ് അനുവദിക്കുമെന്നും ഡൽഹിയിൽ ജാതി സെൻസസ് നടത്തി വിഭവങ്ങൾ തുല്യമായി വീതിക്കുമെന്നും കോൺഗ്രസ് വ്യക്തമാക്കുന്നുണ്ട്. ഡൽഹി നിവാസികൾക്ക് 25 ലക്ഷം രൂപ കവറേജ് ലഭിക്കുന്ന ആരോഗ്യ പദ്ധതിയും കോൺഗ്രസ് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ്. തൊഴിൽരഹിതരായ യുവജനങ്ങൾക്ക് ഒരു വർഷം 8500 രൂപ സ്റ്റൈപ്മെന്റോട് കൂടിയ അപ്രന്റീസ്ഷിപ്പ്, 500 രൂപയ്ക്ക് ഗ്യാസ് സിലിണ്ടർ, സൗജന്യ റേഷൻ, പൂർവാഞ്ചൽ വിഭാഗക്കാരുടെ ക്ഷേമത്തിനു വേണ്ടി പ്രത്യേക മന്ത്രാലയം എന്നിവയും കോൺഗ്രസിന്റെ വാഗ്ദാനമാണ്. ഡൽഹിയിലെ പ്രധാന വോട്ട് സമൂഹമാണ് പൂർവാഞ്ചലിലുള്ളവർ. ഇവരെ കൂടെ നിർത്താനുള്ള ശ്രമങ്ങളും കോൺഗ്രസ് നടത്തി വരികയാണ്. പ്യാരി ദീദി യോജന എന്ന പദ്ധതി വനിതാ വോട്ടർമാരെ കൂടെ നിർത്തുക എന്ന ലക്ഷ്യത്തോടെയാണ്. പാവപ്പെട്ട വനിതകൾക്ക് പ്രതിമാസം 2500 രൂപയാണ് ഈ പദ്ധതിയുടെ ഭാഗമായി ലഭിക്കുക. സത്യത്തിൽ ഡൽഹി പിടിക്കാൻ ഒരു വലിയ വാഗ്ദാന പെരുമഴ തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.